ഒഡീഷയിലെ കൊണാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു പ്രധാന ചരിത്ര സ്മാരകമാണ്. മനോഹരമായ വാസ്തുവിദ്യയ്ക്കും സൂര്യദേവന്റെ രഥത്തിന്റെ രൂപത്തിലുള്ള നിർമ്മിതിക്കും ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ഇന്ത്യൻ 10 രൂപ നോട്ടിന്റെ പിന്നിൽ കാണുന്ന ചിത്രം കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. കൊണാർക്ക് സൺ ടെമ്പിൾ. ഒഡീഷയിലെ പുരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഇന്ത്യയുടെ ചരിത്രത്തിലും വാസ്തുവിദ്യയിലും ഒരു പ്രധാന നാഴികക്കല്ലാണ്. 13ാം നൂറ്റാണ്ടിൽ കിഴക്കൻ ഗംഗാ രാജവംശത്തിലെ നരസിംഹദേവൻ ഒന്നാമൻ രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സൂര്യദേവനെ ആരാധിച്ചിരുന്ന ഈ ക്ഷേത്രം ഒരു വലിയ രഥത്തിന്റെ രൂപകൽപ്പനയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സൂര്യദേവൻ 7 കുതിരകളെ കെട്ടിയ രഥത്തിൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന രീതിയിലാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ചക്രങ്ങൾ. ക്ഷേത്രത്തിന്റെ ഇരുവശങ്ങളിലുമായി 12 വലിയ ചക്രങ്ങൾ വീതമുണ്ട്. ആകെ 24 ചക്രങ്ങൾ. ഈ ചക്രങ്ങളിൽ ഓരോന്നിനും ഏകദേശം 10 അടി വ്യാസമുണ്ട്. ഓരോ ചക്രവും ഒരു സൂര്യഘടികാരമായി സൺഡയൽ പ്രവർത്തിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചക്രങ്ങളിലെ ആരക്കാലുകളിൽ പതിക്കുന്ന നിഴൽ നോക്കി കൃത്യമായ സമയം കണക്കാക്കാൻ സാധിച്ചിരുന്നു. 24 ചക്രങ്ങൾ ഒരു ദിവസത്തിലെ 24 മണിക്കൂറുകളെയും 12 ജോഡി ചക്രങ്ങൾ വർഷത്തിലെ 12 മാസങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. 1200ഓളം പേർ 12 വർഷത്തോളം സമയമെടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. രാജാവ് നരസിംഹദേവൻ തന്റെ രാജ്യത്തിന്റെ 12 വർഷത്തെ വരുമാനം ഇതിനായി ചെലവഴിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കലിംഗ വാസ്തുവിദ്യാ ശൈലിയുടെ ഒരു മികച്ച ഉദാഹരണമാണ് ഈ ക്ഷേത്രം. തുടക്കത്തിൽ 229 അടി ഉയരമുണ്ടായിരുന്ന പ്രധാന ക്ഷേത്രത്തിന് ശ്രീകോവിൽ, ഗർഭഗൃഹം, ക്ഷേത്രസോപാനം, ജഗൻമോഹൻ മണ്ഡപം എന്നിങ്ങനെ 3 ഭാഗങ്ങളുണ്ടായിരുന്നു. കിഴക്ക് ദിശയിലേക്കാണ് ക്ഷേത്രം ദർശനമായി നിർമ്മിച്ചിരിക്കുന്നത്. ഉദയസൂര്യന്റെ പ്രകാശരശ്മികൾ പ്രധാന വിഗ്രഹത്തിന്റെ മുകളിൽ പതിക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ നിർമ്മാണം. ശില്പങ്ങൾ. ക്ഷേത്രത്തിന്റെ ഭിത്തികളിൽ മൃഗങ്ങൾ, സസ്യങ്ങൾ, സംഗീതജ്ഞർ, നർത്തകർ, യോദ്ധാക്കൾ, അതുപോലെ മനോഹരമായ ലൈംഗിക ശില്പങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കൊത്തുപണികൾ കാണാം. ഇത് അന്നത്തെ സമൂഹത്തിലെ ജീവിതവും സംസ്കാരവും വ്യക്തമാക്കുന്നു. കറുത്ത പഗോഡ. ദൂരയാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക് ഒരു വഴികാട്ടിയായി ഈ ക്ഷേത്രം നിലനിന്നിരുന്നതിനാൽ ഇതിന്റെ ഇരുണ്ട നിറം കാരണം ബ്ലാക്ക് പഗോഡ എന്നും ഇത് അറിയപ്പെട്ടിരുന്നു. 1984-ൽ യുനെസ്കോ കൊണാർക്ക് സൂര്യക്ഷേത്രത്തെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഇത് അതിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം വിളിച്ചോതുന്നു. ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തെയും വാസ്തുവിദ്യാ മികവിനെയും ഓർമ്മിപ്പിക്കുന്ന ഒരു മഹത്തായ സ്മാരകമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം.